മോഹൻലാൽ കവിയൂർ പൊന്നമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് മറ്റ് നടന്മാരോടൊപ്പം ഇരിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആരോപണ വിധേയനായ സിദ്ദിഖ് കൈകൊടുക്കാൻ ശ്രമിച്ചെങ്കിലും മോഹൻലാൽ സിദ്ദിഖിന് കൈകൊടുക്കാതെ ഒഴിഞ്ഞു മാറി. സിദ്ദിഖ് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും മോഹൻലാൽ ചെവി കൊടുത്തില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം അമ്മ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറിയ സിദ്ദിഖും മോഹൻലാലും ആദ്യമായി കാണുന്നത് ഇവിടെ വെച്ചാണ്. യാതൊരു മുൻപരിചയവുമില്ലാത്ത തരത്തിലായിരുന്നു ലാലിന്റെ പ്രതികരണം. സിദ്ദിഖിന് ഇനി മലയാള സിനിമയിലെ നല്ല ഇമേജ് തുറന്നു കൊടുക്കുക എന്നത് മലയാള സിനിമാ ഇൻഡസ്ട്രിയിൽ തുടർന്നുള്ള നാളുകളിൽ വലിയൊരു വെല്ലുവിളിയാണ്. കവിയൂർ പൊന്നമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ നിരവധി താരങ്ങളാണ് പൊതുദർശനം നടന്ന കളമശ്ശേരിയിലെ ടൗൺ ഹാളിലേക്ക് എത്തിയത്. മമ്മൂട്ടിയും മോഹൻലാലും സംസാരിക്കുമ്പോഴും സിദ്ദിഖ് മോഹൻലാലിനോട് സംസാരിക്കാൻ വരുന്ന ഭാഗം ദൃശ്യത്തിൽ വ്യക്തമാണ്. ഇന്നസെന്റ് അമ്മയുടെ പ്രസിഡന്റായിരുന്ന സമയത്ത് ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നല്ല, അത് പരസ്യമായിരുന്നില്ല, പൊതുജനങ്ങൾ അറിഞ്ഞിരുന്നില്ല. പക്ഷേ മോഹൻലാൽ അമ്മ പ്രസിഡന്റായ സമയത്ത് ഈ പ്രശ്നങ്ങളെല്ലാം വന്നത് മോഹൻലാലിനെ നിർബന്ധിച്ച് ഈ ഒരു സ്ഥാനത്തേക്ക് വലിച്ചിഴക്കുകയായിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം അമ്മയിലെ പ്രശ്നങ്ങൾ രമ്യതയിൽ സംസാരിക്കാൻ സെക്രട്ടറിയായ സിദ്ദിഖിനെയും മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളും ചേർന്ന പ്രസ് മീറ്റിന് പിന്നാലെയാണ് സിദ്ദിഖിനെതിരെ ആരോപണമായി ഒരു നടി വന്നത്. സിദ്ദിഖിന്റെ തോന്നിയവാസങ്ങൾ എണ്ണി ആ നടി പറഞ്ഞപ്പോൾ ഒരക്ഷരം മിണ്ടാതെ സിദ്ദിഖിന് രാജിവെക്കേണ്ടി വന്നു. പിന്നീട് AMMIയിലെ ഓരോ മുൻനിര താരങ്ങളുടെയും പേരിൽ ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളും വന്നു. സംവിധായകൻ രഞ്ജിത്ത് മുതൽ ഓരോ താരങ്ങളുടെയും അക്കമിട്ട് നിരത്തിയ ആരോപണങ്ങൾക്ക് മുന്നിൽ പകച്ചു നിന്ന AMMA പ്രസിഡന്റായ മോഹൻലാൽ മലയാള സിനിമയെ സ്നേഹിക്കുന്ന പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ തല താഴ്ത്തി നിന്നു. സിനിമാ മേഖലയിലെ എല്ലാ വൃത്തികേടുകളും അറിഞ്ഞും മനസ്സിലാക്കിയും മാധ്യമങ്ങളുടെ ചോദ്യത്തിന് എവിടെയും തൊടാതെയുള്ള ഉത്തരങ്ങൾ നൽകി മോഹൻലാൽ AMMAയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയായിരുന്നു. മോഹൻലാലിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വലിച്ചിഴച്ചത് സാമ്പത്തിക ലക്ഷ്യം വെച്ച് മാത്രമായിരുന്നു. വലിയ ഷോകളെല്ലാം നടക്കണമെങ്കിൽ, പരസ്യ കമ്പനികളിൽ നിന്നും സാമ്പത്തിക ലാഭം കിട്ടണമെങ്കിൽ മോഹൻലാൽ സംസാരിക്കണം. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ഭാരം തലയിൽ വെച്ചത്. പക്ഷേ അവസാനം ലാൽ എല്ലാ ഉത്തരവാദിത്വത്തിൽ നിന്നും തലയൂരി. അമ്മ പെരുവഴിയിലായി. ഇനി എന്തിന് AMMA? നാറിയ ഇമേജ് വീണ്ടെടുക്കാൻ ഇനി ആര് വിചാരിച്ചാലും നടക്കില്ല. മലയാള സിനിമാ ഇൻഡസ്ട്രിയിൽ പെൺവാണിഭ സംഘങ്ങളുടെയും മയക്കുമരുന്ന് മാഫിയകളുടെയും കേന്ദ്രമായി മാറി. സിനിമയിൽ അവസരം ലഭിക്കണമെങ്കിൽ ആണായാലും പെണ്ണായാലും തുണിയഴിക്കേണ്ട ഗതികേടായി. ഇത് പണ്ട് മുതലേ രഹസ്യമായിട്ടുള്ള സംഭവമാണെങ്കിലും ഇതെല്ലാം ഇപ്പോൾ പരസ്യമായി. AMMAയുടെ സിംഹാസനമൊഴിഞ്ഞ മോഹൻലാലിന്റെ കൂടെ മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളും രാജിവെച്ചു. AMMAയുടെ സെക്രട്ടറിയായിരുന്ന സിദ്ദിഖ് പ്രസ് മീറ്റിൽ ഉന്നയിച്ചത് ഇരകൾക്കൊപ്പം നിൽക്കുമെന്നാണ്. പക്ഷേ സിദ്ദിഖ് ഒരു വലിയ ഇരയെ വിഴുങ്ങി എന്നുള്ളത് പിന്നീടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സിദ്ദിഖിനെതിരെ വിമർശനം ഉന്നയിച്ച നടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതും തന്നെ സെക്സ് ചെയ്യില്ല, കാലിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞതും ചോറ് തിന്നുമ്പോൾ ദ്വയാർത്ഥത്തിൽ കാര്യങ്ങൾ ബോധിപ്പിച്ചതും സെന്റിമെന്റ്സിലൂടെ വശത്താക്കാൻ ശ്രമിച്ച AMMAയിലെ വില്ലനായ പവർ ഗ്രൂപ്പിലെ ഒരു അംഗത്തിന്റെ സ്വഭാവത്തെ പച്ചയായി പുറം ലോകത്തെ അറിയിച്ചപ്പോൾ സിനിമാ ലോകം ഞെട്ടലോടെ കേട്ട അമ്മയുടെ സെക്രട്ടറിയുടെ പരിശുദ്ധത ഇവിടെ വലിച്ചു കീറപ്പെട്ടപ്പോൾ തകർന്നത് ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ വളർച്ചയെയാണെന്ന ബോധ്യം മോഹൻലാലിന് ഉണ്ടായിരുന്നു.